ഇതാണ് നമ്മുടെ ഹരിയാന മുഖ്യമന്ത്രി പറഞ്ഞ സംവിധാനങ്ങൾ. നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് ജയിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. അവര് മനഃപൂർവ്വം ചെയ്യുന്നതാ. അവരതിന്റെ പേരിലൊന്നും രാജിവെക്കുന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. അവര് രാജിവെക്കാനല്ല ഒന്നും ചെയ്യുന്നത്, അധികാരത്തിൽ ഏറാനാണ്. അപ്പൊ പിന്നെ രാജിവെക്കുമോ? അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊക്കെ ഒരു മിടുക്കായിട്ട് കരുതുന്നവരാണ് നമ്മുടെ BJP-ക്കാര്. കഴിഞ്ഞ ദിവസം ബി ഗോപാലകൃഷ്ണന്റെ ഒരു ബൈറ്റ് രാഹുൽ ഗാന്ധി കേൾപ്പിച്ചത്, ഞങ്ങൾ ഇനിയും ചെയ്യുമെന്ന്, ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവരുമെന്ന്, ഞങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞത് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാ, വലിയ നേതാവാ. അതാണ് പറഞ്ഞത്, ഒരു ആര് കളിച്ചാലും അതൊരു നല്ല തണലാണല്ലോ എന്ന് കരുതുന്നവർക്ക് അവരോട് എന്ത് പറയാനാ? മിസ്റ്റർ പോത്തിനോട് നമ്മൾ വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചത്. ഈ BJP-ക്കും BJP-യുടെ സർക്കാരിനും അവർക്ക് വേണ്ടി കൂലിപ്പണിയെടുത്ത ഇലക്ഷൻ കമ്മീഷനെ ന്യായീകരിക്കാൻ ഒരു ബാധ്യത ഉള്ളതാ, ഒരു ഉത്തരവാദിത്വം ഉള്ളതാ. പക്ഷെ അതവര് നിർവഹിച്ചു കണ്ടില്ല. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഇലക്ഷൻ കമ്മീഷന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം വന്നിട്ടില്ല.